ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത്. ഒരെണ്ണേ ഉള്ളൂ, താല്പര്യമുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോ. ഡീറ്റെയിൽസ് തന്നെ ഇത് 2013 മോഡൽ LXI വേരിയന്റ് ആണ്. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഓൾട്ടോ 800 പരിചയപ്പെടാം അല്ലേ. 2015 മോഡല് സിംഗിൾ ഓണർ ZDI വെഹിക്കിളാണ്, ഡീസൽ വെഹിക്കിളാണ്. മാരുതി സുസുക്കിയുടെ റിഡ്സ്, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഒരുപാട് ഡിമാൻഡുള്ള ഒരു വാഹനമായിട്ട് മാറി കഴിഞ്ഞു മാരുതിയുടെ ഈക്കോ. രണ്ടുണ്ട് കാര്യം, യാത്രാ സൗകര്യത്തിനും പറ്റും, കച്ചവട ആവശ്യത്തിനും പറ്റും, പക്ഷെ കിട്ടാനില്ല മുതലേ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അതും ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഡിമാൻഡുള്ള റെഡ് കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഞാനിന്ന് നിൽക്കുന്ന ഈ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അതായത് ജനുവരി മാസത്തെ സ്റ്റോക്കാണ് കാണിച്ചു തരാൻ വന്നിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഈ മാസം വാഹനങ്ങൾ സെയിൽ ചെയ്യണം, എന്നാലാണ് പുതിയ സ്റ്റോക്ക് കയറ്റാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. നമ്മളൊരു ക്ലിയറൻസ് സെയിൽ പോലെ വെക്കുന്നുണ്ട്. ആക്ച്വലി ഒരു മേള പോലെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ മാസം തന്നെ. എത്ര ഡേറ്റ് വരുന്നത്? ജനുവരി 15, 16, 17, 18 4 ദിവസങ്ങളാണ് മേള സെറ്റ് ചെയ്യുന്നുണ്ട്. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അല്ലേ. അതായത് ഇങ്ങനെ മേള വെക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ചുരുങ്ങിയ ദിവസം കൊണ്ട് പരമാവധി വാഹനങ്ങൾ വിൽക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് എത്തിക്കണമെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ ഓഫേഴ്സ് എല്ലാം ഉണ്ടോ? ഓഫേഴ്സ് ഉണ്ടാവും. നമുക്ക് ഫുൾ ലോൺ കസ്റ്റമേഴ്സ് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അതുപോലെ ആക്സറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ചിലൂടെ വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പഴയ വാഹനങ്ങൾ എത്ര പഴയതാണെങ്കിലും ഇവിടെ കൊടുത്തിട്ട് നല്ലൊരു വാഹനം എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഷോറൂമിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആൽവ സൈഡ് വരികയാണെങ്കിൽ പാലാരിവട്ട എത്തുന്നതിന് മുന്നേ മെട്രോ പില്ലർ നമ്പർ 502 രണ്ടയം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോറൂം ഉള്ളത്. വരാൻ പറ്റുന്നവർ എന്തായാലും ഈ പറഞ്ഞ ദിവസങ്ങൾ തന്നെ പരമാവധി വരാൻ നോക്കുക. ഞായറാഴ്ച പോലും ഓപ്പൺ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് പരമാവധി ഈ മാസം സ്റ്റോക്ക് ഒന്ന് കാണിച്ചു. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഓൾട്ടോ 800 പരിചയപ്പെടാം അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2016 മോഡലാണ്. സെക്കൻഡ് ഓണർ. 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 86,000 ജനുവൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 2,20,000 രൂപ. 220. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും. സർവീസ് കോസ്റ്റ് ഒക്കെ ചെറിയ എമൗണ്ട് വരുള്ളൂ. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അതും ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഡിമാൻഡുള്ള റെഡ് കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2022 മോഡലാണ്. 22 സിംഗിൾ ഓണർ 41,000 കിലോമീറ്റർ ഓടി VXI വണ്ടി. പെട്രോൾ മാനുവൽ വണ്ടി. റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. 1 ഇയർ വാറന്റി ഉണ്ട്. വണ്ടിക്ക് 3 ഫ്രീ സർവീസ് ഉണ്ട്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഓൾ ഇന്ത്യ മാരുതി ഏത് സർവീസ് സെന്ററിൽ കൊണ്ടുപോകാൻ പറ്റും. നമുക്കിപ്പോ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇവിടെ തന്നെ വരണമെന്നില്ല. ഓൾ ഇന്ത്യ ചെയ്യാം. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 6,90,000 രൂപ. 690. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ പ്രൈസ് ആണ് പറയുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂല. ഒരുപാട് ഡിമാൻഡുള്ള ഒരു വാഹനമായിട്ട് മാറി കഴിഞ്ഞു മാരുതിയുടെ ഈക്കോ. രണ്ടുണ്ട് കാര്യം, യാത്രാ സൗകര്യത്തിനും പറ്റും, കച്ചവട ആവശ്യത്തിനും പറ്റും, പക്ഷെ കിട്ടാനില്ല മുതലേ. അപ്പൊ നമ്മുടെ നല്ലൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാകും. 30,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം. ഇത് 5 സീറ്റർ AC എന്ന് പറഞ്ഞ മോഡലാണ്. 5 സീറ്റർ AC വരുന്നത്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,90,000 രൂപ. വണ്ടിക്ക് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. വണ്ടിക്ക് വാറന്റി വരുന്ന വണ്ടിയാണ്. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട് വണ്ടിക്ക്. മാരുതി ഏത് സർവീസ് സെന്ററിലും ഈ പറയുന്ന 1 ഇയർ വാറന്റി, ഫ്രീ സർവീസും കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാനും സാധിക്കും. ഇത് മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂം ആണെങ്കിൽ പോലും അതർ ബ്രാൻഡ് വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ. ഇത് ഹോണ്ടയുടെ ജാസ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 മോഡലാണ്. സിംഗിൾ ഓണർ. 1,12,000 കിലോമീറ്റർ ഓടിയുണ്ട്. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ. ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് SV എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,70,000 രൂപ. 370 ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ലോൺ ചെയ്യാൻ പറ്റും. 5 കൊല്ലം വരെ ലോൺ ചെയ്യാം. ഓക്കെ. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡലാണ്. സിംഗിൾ ഓണർ. ആകെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 കിലോമീറ്റർ. അതെ. പെട്രോളും മാനുവൽ. ആക്സിഡന്റ് ഇല്ല, ക്ലെയിം ഇല്ല, നോ റീപ്ലേസ്മെന്റ്. നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വേരിയന്റ് ഏതാണ്? ഇത് സ്പോർട്സ് വേരിയന്റ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. ചോദിക്കുന്ന പ്രൈസോ? ഇത് 3,90,000 രൂപ. 395. ആസ്കിംഗ് പ്രൈസ് ആണ്. ഈ പറഞ്ഞൊക്കെ നെഗോഷ്യബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരും. നമുക്ക് ലോൺ ചെയ്യാം. മാരുതി സുസുക്കിയുടെ ഡിസയർ, ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർ. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 49,000. VXI ആണ് വേരിയന്റ്. 1 ഇയർ വാറന്റി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇതൊക്കെ ജെനുവിൻ കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,75,000. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓൾട്ടോ കേട്ടൺ, അത് ഓട്ടോമാറ്റിക് അല്ലേ? നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ
ഇത് 2019 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ, 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 18,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസും കാണാൻ പക്കയായിട്ടുള്ള വാഹനം. ഈ ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. 1 ഇയർ വാറന്റി ഉള്ള വണ്ടിയാണ്. 1 വർഷം വാറന്റി ഉണ്ട്. ലോ കിലോമീറ്റർ ഓടിയ വാഹനം പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ വാറന്റി കൂടി തരുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. ഒരുപാട് ഷോറൂമുകളിൽ ഞാൻ പോകുന്നുണ്ട്, പക്ഷേ അടുത്ത കാലത്തൊന്നും മാരുതിയുടെ ജിംനി യൂസർ ഞാൻ കണ്ടിട്ടില്ല. നമ്മളത് നല്ലൊരു ക്വാളിറ്റി വെഹിക്കിൾ 4x4 നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഈ ഒരു ജിംനിയുടെ ഡീറ്റെയിൽസ് അതിന് തന്നെ. ഇത് 2023 മേക്ക് 24 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി, സീറ്റ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ ഫുൾ ഓപ്ഷൻ തന്നെ പല എല്ലാ ഫീച്ചേഴ്സും വരും. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 19,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഒരു പുതിയ ജിമ്മിനൊക്കെ എടുക്കാൻ പോകുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതെടുക്കുന്ന ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 12,50,000 രൂപ. 12,50,000 ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. വാറന്റി കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറന്റി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറന്റി പ്ലസ് 3 ഫ്രീ സർവീസ് ഉണ്ടാവും. മാരുതിയുടെ ഏത് സർവീസ് സെന്ററിൽ പോകാം. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതൊക്കെ പുതിയത് എടുക്കാൻ പോകുന്ന ആൾക്ക് എന്തുകൊണ്ട് ഇത് അനുയോജ്യം എന്ന് പറയാൻ കാരണം ഇതിന് പുതിയതിന് എങ്ങനെ പോയി 15-16 ലക്ഷം രൂപ മേലുണ്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ലാഭമുണ്ട്. ഡിഫറൻറ്റ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും എടുക്കാൻ നിൽക്കുന്നവർ ചോദിക്കുക. ആകെ ഒറ്റ പീസ് ഇപ്പം നിലവിൽ നമ്മുടെ അടുത്തുള്ളൂ. ഒരുപാട് ആവശ്യമുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ എസ്-ക്രോസ്. എന്നാലും നമുക്ക് അങ്ങനെ കിട്ടാനില്ലാത്തൊരു വാഹനം കൂടിയാണ് എസ്-ക്രോസ്. നമുക്ക് ഈ ഒരു എസ്-ക്രോസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2020 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഏത് വേരിയന്റ് ഏതാ? ഇത് ഫുൾ ഓപ്ഷൻ ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ്. ആൽഫ വേരിയന്റ്. പെട്രോളും മാനുവൽ ഹൈബ്രിഡ് വണ്ടി. ഹൈബ്രിഡ് ആണ്. മൈലേജ് കാണാനൊക്കെ ഉണ്ടാവും. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. വാറന്റി ഉള്ള വണ്ടിയാണ്. വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. 6 മാസം വാറന്റി ഉള്ള വണ്ടിയാണ്. 6 മാസം ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ മാരുതി ഏത് സർവീസ് സെന്ററിലും പോകാം. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസാ. ഇത് 7,80,000 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഈ പറയുന്ന പ്രൈസ് ഒക്കെ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഗനർ കാർ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2013 മോഡൽ LXI വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ ചോദിക്കുന്ന പ്രൈസ് ഇത് 2,95,000 രൂപ. 295. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നല്ല കണ്ടീഷൻ വെഹിക്കിൾ, അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനി സർവീസും കാണാനൊക്കെ ഉള്ള പ്രോപ്പർ കൊണ്ടുവന്നിട്ടുള്ള വാഹനമല്ലേ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2015 മോഡല് സിംഗിൾ ഓണർ ZDI വെഹിക്കിളാണ്. ഡീസൽ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,71,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1,71. ഹിസ്റ്ററികളൊക്കെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡന്റ് ഇല്ല, നോ റീപ്ലേസ്മെന്റ്. ആക്സിഡന്റ് റീപ്ലേസിംഗ് കാണുന്നില്ല. സിംഗിൾ ഓണർഷിപ്പ് കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,80,000 രൂപ. 3,80,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. അത്രയും നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ ഇവർ പറയുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. മാരുതി സുസുക്കിയുടെ റിഡ്സ്, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2013 മോഡലാണ്. സെക്കൻഡ് ഓണർ വണ്ടി. ഏത് വേരിയന്റ്? ഇത് VXI. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? നമ്മള് 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് തരാം. ഇത് 3,10,000 രൂപ. 3,10 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ല കിളിക്കുഞ്ഞു വണ്ടി അല്ലേ? ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ലോ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല കണ്ടീഷൻ വാഹനങ്ങളൊന്ന് കാണിച്ചു തരാൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ. ഇത് 2011 വണ്ടി. സിംഗിൾ ഓണർ, 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. സിംഗിൾ ഓണർ 29,000. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ വണ്ടി ഓടിക്കാറില്ലേ? ഇത്രയും വർഷമായിരുന്നു. ഇത് ചെറിയ ചെറിയ ഓട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന വണ്ടികളാവൂലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ വെഹിക്കിൾ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 1,25,000 രൂപ. 1,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത്. ഒരെണ്ണേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോ. മാരുതി സുസുക്കിയുടെ വാഗനർ, അതും മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡല് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതാകെ 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററികളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,65,000 രൂപ. 3,65 ചോദിക്കുന്ന പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ന്യൂ ഫേസിൽ വരുന്ന മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ, ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. 53,000 കിലോമീറ്റർ ഓടിയ VXI പ്ലസ് ഓപ്ഷൻ. VXI പ്ലസ് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണല്ലേ? അത് ചില ഫീച്ചേഴ്സും VXI പ്ലസ് വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? 4,10,000. 4,10 ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഇപ്പൊ ഒരു വാഹനം ലോണിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. നല്ല ട്രാക്ക് കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും.
നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇത് നമുക്ക് വാറന്റി എടുക്കാൻ പറ്റുമോ? വാറന്റി ഉള്ള വണ്ടി, 1 ഇയർ വാറന്റി. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ടാവില്ലേ? അതായത് ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോകാൻ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുകയും ചെയ്യാം. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം. അതെ, ടാറ്റയുടെ നാനോ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2012 മോഡൽ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 2012 ആണെങ്കിലും സിംഗിൾ ഓണർ ആണ്. ഇതുവരെ കൈമാറിയിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 42,000 കിലോമീറ്റർ. വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 60,000 രൂപ. വെറും 60,000 രൂപ. 60,000 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. സെഡാൻ സെഗ്മെന്റ് വാഹനമായിട്ടുള്ള മാരുതിയുടെ ഡിസൈർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2019 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ VXI വേരിയന്റ്. അത് ചില ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാമറ ഒക്കെ അഡീഷണൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ക്യാമറയും ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും ഞങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ്, എല്ലാ കണ്ടീഷൻ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാനും കഴിയും. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിന്റെ പ്രൈസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല, വണ്ടി പർച്ചേസ് ആയി വന്നിട്ടുള്ളൂ. പുതിയ സ്റ്റോക്കാണ്. ജസ്റ്റ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ റേറ്റ് എടുത്ത് തരാം. അതായത് ഇന്ന് കയറിയിട്ടുള്ള വാഹനമാണ്. പ്രൈസ് ഇവർ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയൂലേ? തീർച്ചയായും. 1 വർഷം വാറന്റിയിൽ മാക്സിമം ലോങ് കിട്ടുന്ന ഒരു ബ്രസ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2018 മോഡൽ ഡീസൽ LDI വേരിയന്റ് വരുന്നത്. ഡീസൽ വാഹനമാണല്ലേ? ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നതാണ് ഡീസൽ ബ്രസ്. അപ്പൊ അവർക്ക് പറ്റിയൊരു നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ ഈ പറയുന്ന കിലോമീറ്റർ ഞങ്ങളൊക്കെ ഹിസ്റ്ററി ഞങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ജെനുവിൻ ആണ്. ഹിസ്റ്ററി ഞങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാലേ. ഇത് 6,40,000 രൂപ. 6,40,000 നെഗോഷ്യബിൾ പ്രൈസും ആണ്. മാക്സിമം ലോൺ ചെയ്യാം. കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരും. നമ്മുടെ അടുത്ത് മാരുതിയുടെ റിറ്റ്സ് വരുന്ന സ്റ്റോക്ക് ഉണ്ട്. ഈ റിറ്റ്സിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2012 മോഡൽ VXI വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പിൽ 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2012 മോഡലാണെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് അല്ലേ? അപ്പൊ ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും പക്ക. അതായത് നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വേറെ അപാകതകളൊന്നും ഇല്ല. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 2,70,000 രൂപ. 270. ഇത് മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള മാരുതി സിയാസ് അല്ലേ? സെഡാൻ സെഗ്മെന്റ് വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? അതായത് 2015 മോഡലാണ്, സെക്കൻഡ് ഓണർ, 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 36,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സിയാസ് ആണ്. പെട്രോൾ മാനുവൽ. കമ്പനി സർവീസ് ആണെങ്കിലും പക്കല്ലേ? അതെ. വേറെ മേജർ ആക്സിഡന്റ് ബാക്കിൽ ബമ്പർ ചെറിയ ക്ലെയിം ഉണ്ട്. വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ മേജർ ആക്സിഡന്റും ഇല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,35,000 രൂപ. 5,35,000 ആസ്കിംഗ് പ്രൈസ് ആണ്. മാറ്റം നെഗോഷ്യബിൾ പ്രൈസ് ആണ്. പിന്നെ ഇത് ZXL അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇത് ചോദിച്ച പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ മാമംഗലം. പോപ്പുലർ ട്രൂ വാല്യൂ.